ഈ ആശാ വർക്കർമാരെയും അംഗൻവാടി വർക്കർമാരെയും എല്ലാം കൂടുതൽ പരിഗണിക്കേണ്ടതാണ്. അത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന നികുതി വിഹിതം ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ മെഷേഴ്സൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നിരന്തരമായിട്ട് സമരത്തിലാണ്. അത് കൃത്യമായിട്ട് ലഭിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ഇത്തരം ആളുകളുടെ ജീവിതം കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ കഴിയുമായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ആശാ വർക്കർമാരുടെ സ്കീം ആരംഭിക്കുന്നത് 2005 സെൻട്രൽ ഗവൺമെൻറ് അത് ഒരു വോളണ്ടറി എന്നുള്ള നിലയിലാണ് സെൻട്രൽ ഗവൺമെൻറ് ഇത്തരം കാര്യങ്ങളെല്ലാം ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കൃത്യതയോടുകൂടി താഴത്തെ നിലയിലുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സംവിധാനമായിട്ട് തുടരാൻ സെൻട്രൽ ഗവൺമെൻറ് സംസ്ഥാനങ്ങളെ സഹായിക്കണം. നേരത്തെ ഇങ്ങനെ തുടങ്ങിയപ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള ഇൻസെൻറ്റീവോടുകൂടി 300 രൂപയോ മറ്റാണ് അവർക്ക് തുടക്കത്തിൽ കിട്ടിയിരുന്നത്. പിന്നീട് LDF ഗവൺമെൻറ് വന്ന സമയത്ത് UDF ഗവൺമെൻറ് ഈ ആശാ വർക്കർ സ്കീം എടുത്തിരുന്നില്ല. കേരളത്തിനത് ആവശ്യമില്ല എന്നുള്ള നിലയിൽ അവരത് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് വന്നു. 2007 ശ്രീമതി ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ആശാ സ്കീം കേരളത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ആശമാരെ സെലക്ട് ചെയ്യുകയും ചെയ്തത്. ഈ അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിറ്റ്സ് എന്ന പേരിൽ ആളുകളെ തിരഞ്ഞെടുത്ത് അവർക്ക് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് 500 രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം വന്ന UDF ഗവൺമെൻറ് ഒരു 5 പൈസ ഓണറേറിയം ഇനത്തിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റും പിന്നീട് നമുക്ക് കൂടുതൽ വർദ്ധിപ്പിച്ച് ആ സമയത്ത് തന്നിരുന്നില്ല. പിന്നീട് 2016 ഇടതുപക്ഷ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ LDF ഗവൺമെൻറ് വന്നപ്പോൾ ഞാനന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അന്ന് CITUവിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ ഒരു സമരം ആരംഭിച്ചു. സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ കാശ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ മാക്സിമം അന്ന് ഞങ്ങൾ ചെയ്തു. അതിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ 500 രൂപയിൽ നിന്ന് 1000 രൂപ കൊടുക്കാമെന്ന് UDF ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവരത് കൊടുത്തിരുന്നില്ല. 500 നിൽക്കുകയായിരുന്നു. അപൂർവം ചിലർക്ക് 800 രൂപ ഇൻസെൻറ്റീവൊക്കെ വർദ്ധിക്കുമ്പം കിട്ടിയിരുന്നു. 1000-ൽ താഴെ മാത്രമേ അവർക്ക് ഓണററിയവും ഇൻസെൻറ്റീവും എല്ലാമായി കിട്ടിയിരുന്നുള്ളൂ. പക്ഷേ 2016 മുതൽ 2021 വരെ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഒരു വലിയ ചർച്ച നടത്തുകയും വിദഗ്ധരുമായൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിച്ചിട്ടാണ് അവരുടെ ഓണറേറിയം മാക്സിമം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചത്. 7500 രൂപയായി ഓണറേറിയം പ്രഖ്യാപിച്ചു. ഒറ്റയടിക്കത് കൊടുക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് 6000 ഓണറേറിയം കൊടുത്തു. പിന്നെ 500 വർദ്ധിപ്പിച്ച് 7500-ലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. ആ സമയത്ത് തന്നെ ഞങ്ങൾ അന്ന് ഹെൽത്തിലെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം വിളിച്ച് ചർച്ച ചെയ്ത് ഇൻസെൻറ്റീവിൽ എന്ത് വർധനവുണ്ടാക്കാൻ കഴിയുമെന്ന് തീരുമാനിച്ചു. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് കേരളം 3000 രൂപയിലേക്ക് ഇൻസെൻറ്റീവ് എത്തിച്ചത്. കേന്ദ്ര ഗവൺമെൻറ് ചില ഘട്ടത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് 2000 രൂപയാണ് അവർക്ക് കിട്ടുന്നതിന് ആ രീതിയിലുള്ള വർധനവാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് 10000 രൂപയിലേറെ ഒരാഴ്ചക്ക് കിട്ടിയിരുന്നത് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ അത് LDF ഗവൺമെൻറ്റാണ് ചെയ്തത്. ആ LDF ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഈ ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിനും ബഹുമാന്യമായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു, ആശമാരുടെ സമരത്തിനെതിരല്ല, അല്ലെങ്കിൽ ആശമാരുടെ ആവശ്യങ്ങൾക്കെതിരല്ല. പക്ഷേ ആരോടാണ് സമരം ചെയ്യേണ്ടത്? സെൻട്രൽ ഗവൺമെൻറ് തരാനുള്ള വിഹിതമാണ് ഇനി തരേണ്ടത്. സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരിധിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എല്ലാം ഇങ്ങനെ വോളണ്ടറിയായി പ്രഖ്യാപിക്കുക, എല്ലാവർക്കും അങ്ങനെയാണ് 60-40 മിഷനായിട്ട് പ്രഖ്യാപിക്കുക. പിന്നീട് അവരുടെ വിഹിതം ക്രമേണ ഇല്ലാതാക്കി സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയിൽ ഇത്തരം കാര്യങ്ങൾ വെക്കുക. നമുക്ക് ചെയ്യുന്നതിന് വിരോധമില്ല. പക്ഷേ കൃത്യമായിട്ട് നികുതി വിഹിതവും പദ്ധതി വിഹിതവും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇത്തരം സാമൂഹ്യക്ഷേമപരമായിട്ടുള്ള നടപടികൾ തുടരാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ സ്ഥിതി. അതുകൊണ്ട് നമ്മൾ സമരം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ്. ആശാ വർക്കർമാരുടെ ഡിമാൻഡ് ഒന്നും തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. അതിലേക്ക് എത്തണമെങ്കിൽ നിർബന്ധമായും കേന്ദ്ര ഗവൺമെൻറ് ആശാ വർക്കർമാരെ പരിഗണിച്ചുകൊണ്ട് അവരെ ഈ സ്കീം വർക്കേഴ്സ് എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി അവരൊരു സ്ഥിരം സംവിധാനമാക്കി മാറ്റാൻ തയ്യാറാവുകയും പ്രഖ്യാപിച്ചാൽ പോരാ, അതിനാവശ്യമായ തുക കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് ബഹുമാന്യമായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അടക്കം പറഞ്ഞത് LDF ഗവൺമെൻറ്റാണ് ഇവരുടെ ഓണറേറിയെല്ലാം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട് അന്ന് ആഷയ്ക്ക് ഇത്രയും ഓണറേറിയം വർധനവൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അത് LDF ഗവൺമെൻറ് തുടരുകയും ചെയ്യുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ്.
ആശമാർ കൃത്യമായിട്ടും കോവിഡ് സമയത്തൊക്കെ അവർ നല്ല പെർഫോമൻസാണ്, അവരാണ് ജനങ്ങളുമായിട്ട് ഒട്ടിനിന്ന് പ്രവർത്തിച്ചത്. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള തുക കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കണം. കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറിക്കൂടാ. സംസ്ഥാനങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ ആവശ്യമായ തുക നിർബന്ധമായും കേന്ദ്ര ഗവൺമെൻറ് തരണം എന്നാണ് പറയുന്നത്. CITUവിൻ്റെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള സമരം ആരംഭിച്ചിരിക്കുകയാണ്. അവർ നിരവധി തവണ സമരം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ ഓണറേറിയത്തിൽ വർധനവുണ്ടാക്കാൻ നമുക്ക് സാധിച്ചത്. അതുകൊണ്ട് ആ സമരവും നമ്മൾ പരിഗണിക്കണം. സമരം ചെയ്യുന്ന എല്ലാ ആശമാരെയും അവരെ പിന്തുണയ്ക്കുകയാണ്. അവരേത് പാർട്ടി അല്ലെങ്കിൽ ഏത് വിഭാഗം എന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല. സമരം ചെയ്യുന്ന ആശമാരെ പിന്തുണക്കുന്നു. എന്നാൽ ആ സമരം സെൻട്രൽ ഗവൺമെൻറ്റിനോടായിരിക്കണം എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ.